കൈമളെ, കല്യാണത്തിന് നല്ലൊരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരാൻ പറ്റിയില്ല. ചന്ദ്ര എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. ചന്ദ്രയുടെ ഭർത്താവ് എന്ന നിലയിൽ സിദ്ധുവും ഇനി അങ്ങനെ തന്നെ ആയിരിക്കും. വിത്ത് പ്ലഷർ, എൻ്റെ ഒരു സമ്മാനം. സിദ്ധു, നീ ഒച്ച വെക്കണ്ട. വരാൻ പോകുന്ന ഗസ്റ്റ് ഇവരാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ വിലക്കിയനെ. എനിക്കിഷ്ടമില്ലാത്തവരൊന്നും ഈ വീട്ടിൽ കയറി വരാൻ പാടില്ല. ഇത് സിദ്ധുവിന്റെ മാത്രം വീടല്ല, എന്റെ കൂടി വീടാ. ഞാൻ ഇവിടെ എനിക്ക് ഇഷ്ടമുള്ളവരെ വിളിച്ചോണ്ട് വരും. വന്നാലേ ദേ ഇതുപോലെ ആയിരിക്കും എന്റെ പ്രതികരണം. നിങ്ങൾ നല്ലൊരു ബിസിനസ്സുകാരിയാ. ഇവിടെ പർച്ചേസ് ചെയ്ത പോലെ എന്നെ പർച്ചേസ് ചെയ്യാന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അത് വെറുതെയാവും. ആ മോഹമൊക്കെ അങ്ങ് മനസ്സിലിരിക്കത്തേ ഉള്ളൂ. ഞാനാരെയും പർച്ചേസ് ചെയ്യാനൊന്നും വന്നതല്ല വക്കീലെ. എനിക്കതിന്റെ ആവശ്യവും ഇല്ല, പ്രത്യേകിച്ച് വക്കീലിന്. ഇനി എനിക്കൊരാളെ പർച്ചേസ് ചെയ്യണമെങ്കിൽ അയാൾ എത്ര വലിയവനാണെങ്കിലും ഞാനത് ചെയ്തിരിക്കും. പക്ഷെ വക്കീലിന്റെ കാര്യത്തിൽ എനിക്ക് ആ താല്പര്യമില്ല. ഈ ഇരിക്കുന്നത് ആരാന്നറിയോ? എന്റെ വെൽവിഷറും ക്ലയന്റും. ക്ലയന്റോ? അതെ, എന്റെ കമ്പനികളുടെ ലീഗൽ അഡ്വൈസറാണ് ഇപ്പൊ ചന്ദ്ര. അങ്ങനൊരു ബന്ധം ഞങ്ങൾക്കിടയിലുള്ളപ്പോ ഏത് പാദയാത്രയ്ക്കും തങ്കച്ചിക്ക് ഇവിടെ വരാം. അതെ, നിന്റെ മീറ്റിംഗ് ഒക്കെ അങ്ങ് പുറത്ത്. ഇവിടെ വെച്ച് പറ്റത്തില്ല. ഇവിടെ വെച്ച് വേണമെന്ന് ഞാൻ തീരുമാനിക്കും. എന്നെ കാണാൻ വന്ന ഒരാളെ ഈ രീതിയിൽ അപമാനിച്ചതിന് ഒരിക്കലും ഞാൻ സിദ്ധുവിന് മാപ്പ് തരില്ല. എന്നെ ഇൻസൾട്ട് ചെയ്താൽ ഞാൻ സഹിക്കും, പക്ഷെ എന്റെ ഈ ഗസ്റ്റിനെ അപമാനിച്ചാലുണ്ടല്ലോ. അറിവില്ലാത്തത് കൊണ്ടല്ലേ ചന്ദ്രേ, ക്ഷമിച്ച് കള. ഇനി ഒരിക്കലും സിദ്ധു വക്കീല് എന്നോടിങ്ങനെ പെരുമാറില്ല. ക്ഷമിക്കണം തങ്കച്ചി. ഇങ്ങനൊരു മോശ സ്വീകരണം ഉണ്ടാവുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ തങ്കച്ചി ഇങ്ങോട്ട് വിളിക്കില്ലായിരുന്നു.